തീരെ സ്ഥലമില്ലാത്തവർക്ക് ആടും കോഴിയും ഒക്കെ ആയിട്ട് എങ്ങനെ വളർത്താം എന്നതാണ് ഞാനിവിടെ ചെയ്യുന്നത്. സ്ഥലമില്ലെന്നുള്ള പരാതി പറയുന്നവർക്ക് ഇല്ലേ എങ്ങനെ ഇവിടെ വളർത്തുന്നുള്ള കാണിച്ചിട്ട് ഇവിടെ അധികം സ്ഥല സൗകര്യമാണ്. കുറെ ആടുകൾ ഇവിടെ ചേച്ചി എല്ലാം ക്രോസ് ബ്രീഡ് ആണ് ഇല്ലേ ചേച്ചി? ഇവിടെ നിൽക്കുന്നത് എല്ലാം ക്രോസ്. എല്ലാം 12 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. 12 വർഷമായി. 12 വർഷമായിട്ട് ആടുണ്ട് ഇവിടെ. ഇത് മീനച്ചിലാറല്ലേ ചേച്ചി? ഇത് മീനച്ചിലാറ്. മീനച്ചിലാറ്. മീനച്ചിലാറിന്റെ തീരത്താണ് ചേച്ചി താമസിക്കുന്നത്. ഈ വെള്ളം എന്തിനാ ഉപയോഗിക്കുന്നത്? പുല്ലൊക്കെ വെട്ടാൻ പോകുന്നു. ഇത് പുല്ല് വെട്ടാന്, പിന്നെ നമ്മുടെ ഇവിടെ വെള്ളം പൊങ്ങുമ്പോൾ മീൻ പിടിക്കാന്, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലേഖ ഇവിടെ കോട്ടയത്ത് നട്ടാശ്ശേരി മീനച്ചിലാറിന്റെ തീരത്താണ് ഇപ്പൊ ഈ വീടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ വീടിരിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ഈ മിച്ചം കിടക്കുന്ന ഒരു 2 സെന്റ് ഏകദേശം അത്ര കാണത്തുള്ളൂ. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വളർത്തുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 12 വർഷമായിട്ട് വളർത്തുന്നുണ്ട്. അപ്പം ആ സൈഡിലും കൂടെ ഈ സൈഡിലും കൂടെ ആയിട്ടാണ്. ഇപ്പോൾ അത് കുറച്ചിട്ട് ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് സ്ഥലമില്ലെങ്കിലും വളർത്താം എന്നുള്ളതിന്റെ ഒരു മനസ്സ് വേണം അല്ലേ? ഇതിന് ഒരു മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിൽ നമുക്ക് വളർത്താം. എല്ലാം ക്രോസ് ബ്രീഡ് അല്ലേ? എല്ലാം ക്രോസ് ബ്രീഡാണ്. പ്യുവർ ബ്രീഡിനെ ഇപ്പം നമ്മൾ കാരണം ഇപ്പം രാജീവ് തന്നെ ഇപ്പൊ രാജസ്ഥാനിലൊക്കെ പോയിട്ട് വന്നപ്പം കണ്ടതാണ് അവരുടെ വളർത്തുന്ന രീതി കണ്ടല്ലോ. അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ചെലവ് അധികം വരുന്നില്ല. അവരഴിച്ചു വിട്ട് വളർത്തുന്നു. നമുക്കിവിടെ അതൊന്നും സാധ്യമല്ല. ഈ പ്ലാവിലൊക്കെ കാശ് കൊടുത്ത് മേടിക്കും. നമ്മള് പ്ലാവിലൊക്കെ കാശ് കൊടുത്ത് ഇറക്കുന്നു. പിന്നെ അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും വെട്ടി ഇട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്വയം പോയി എടുക്കുന്നുമുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഇതിനോടൊരു താല്പര്യം ഉള്ളത് കാരണം നമ്മള് കഴിച്ചില്ലെങ്കിലും അവരെ നമ്മൾ സംഘടിപ്പിക്കും. നല്ല കുട്ടികളല്ലേ ക്രോസ് ബ്രീഡ് കുട്ടികളൊക്കെ? ഇത് ക്രോസ് ബ്രീഡ്. ഇത് ബാർബറിയുടെ ഒരു ക്രോസ് ബ്രീഡാണ്. ഇവളുടെയാണ് ഈ ഒരു കുട്ടി. മറ്റേതും നമ്മുടെ നേരത്തെ ആദ്യം എനിക്ക് ഉണ്ടായിരുന്ന ആടുകളിൽ നിന്ന് നിർത്തിയിരുന്ന ക്രോസ് ബ്രീഡാണ്. കാരണം നമുക്ക് വളർത്താൻ സൗകര്യം, പ്രതിരോധ ശക്തി കൂടുതലുണ്ട്. പിന്നെ മുട്ടന്മാർ 2 കൂട്ടിലുണ്ടെന്നോ? മുട്ടന്മാർ 2 അതും ക്രോസ് ബ്രീഡ് തന്നെയാണ്. കൂടിഞ്ഞ ഈ രീതിയല്ലേ? കൂട് നമ്മുടെ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് കൂടിനിട്ട് അധികം ഇല്ല. അപ്പൊ ആദ്യം പണിതിട്ട് കഴിഞ്ഞേച്ച് പിന്നെ മെയിൻ്റെനൻസ് ചെയ്ത് നിർത്തുന്നതല്ലാതെ പിന്നെ കൂടുതൽ പനയുടെ തടി കിട്ടിയിരിക്കുന്നല്ലേ? പനത്തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ചെലവ് ചുരുക്കി പണിയുക എന്നുള്ള. അപ്പൊ 2 കൂടായിട്ടല്ലേ? ഇപ്പം വളർത്താൻ കുട്ടികളെ ഇടാൻ വേണ്ടി ഇത് നമ്മളിങ്ങനെ ഇവിടുന്ന് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിലും ഒന്ന് മാറ്റിയിടാനും പ്രസവശേഷം ചെറിയൊരു കൂട്. ചെറിയൊരു കൂട്. ഏറ്റവും നമുക്ക് വളർത്താൻ ഒരു കർഷകനെ സംബന്ധിച്ച് ഒത്തിരി കൂട് പണിത് വെച്ചിട്ട് നഷ്ടം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മള് പണിവാളിപ്പോവും. അത് കാരണം അതിലും നല്ലത് നമ്മളിപ്പം ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ വളർത്താൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആശാരിപ്പണി വരെ പിന്നെ തന്നെ ചെയ്യും. കാരണം ഈ ആടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അടങ്ങി നിൽക്കത്തില്ല. എപ്പോഴും നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇവരെ തുറന്നു വിട്ടാൽ സ്വതന്ത്രമായിട്ട് പോരൂല്ലേ? തുറന്നു വിട്ട് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് പോകും. പിന്നെ നമുക്ക് ഈ സ്ഥലപരിമിതി കാരണമേ ഒന്നും കാണുമല്ലോ. കുറച്ചു നേരം വിട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം വിടത്തുള്ളൂ. കുറച്ചു നേരം ഈ തീറ്റ നമ്മൾ കൂട് തൂക്കാനായിട്ട് ഇറങ്ങുമ്പോൾ വിടും. പിന്നെ കൂടിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കേറുമ്പോ അങ്ങ് തൂത്ത് വിട്ടേക്കും. താഴോട്ട് പോകല്ലോ, കാട്ടം പോകാനുള്ള രീതിയിൽ അകത്തിയല്ലേ വിട്ടേക്കുന്നത്. ചേച്ചി ഈ ആട് വളർത്തൽ തുടങ്ങിയപ്പോ ഏത് ആടുകളിൽ നിന്നാ തുടങ്ങിയത്? അത് ഇപ്പൊ ഇവിടെ നമ്മൾ വന്ന് താമസം തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ ആങ്ങള വർക്കലയിൽ പോയ സമയത്ത് അവിടുന്ന് കിട്ടിയ 2 മുട്ടനാടിനെ കൊണ്ടുവന്നാണ് ഇവിടെ നമ്മൾ തുടങ്ങുന്നത്. മുട്ടനാടിനെ വെച്ച് ആദ്യം 2 മുട്ടനാടിനെ കൊണ്ടുവന്ന് തുടങ്ങി. അപ്പം അവിടെ ഇങ്ങനെ 2 എണ്ണത്തിനെ വളർത്തിയപ്പോ പറഞ്ഞു 2 എണ്ണത്തിന് ഏതായാലും വളർത്തുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ പെണ്ണാടിനെയും കൂടി ആക്കാവെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് തുടങ്ങി. പിന്നെ ഇതിനോടുള്ള ഒരു ഇഷ്ടമായത് കാരണം പിന്നെ എവിടെയെങ്കിലും കാണുമ്പം മേടിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഫാമുകളിൽ പോയിട്ട് നല്ല വലിപ്പമുള്ള പേരന്റ് സ്റ്റോക്ക് ആയിട്ട് നിർത്താൻ പറ്റുന്ന ആടുകളെ കൊണ്ടുവന്ന് അങ്ങനെ തുടങ്ങി. പിന്നെ അതിൽ നിന്ന് കുട്ടികളാക്കി. അങ്ങനെ 10-21 ആടുണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിപ്പോ 12 വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് കൂടൊഴിയാതെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ക്രോസ് ബ്രീഡുകളാണോ ശരിക്കും ലാഭകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് ലാഭം എന്ന് പറഞ്ഞാൽ പ്യുവറിന് ലാഭമുണ്ട്. പക്ഷെ ക്രോസ് ബ്രീഡാണ് നമ്മളെ സംബന്ധിച്ച് വളർത്താൻ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അസുഖങ്ങളില്ല, നമ്മുടെ കാലാവസ്ഥയായിട്ട് ഇണങ്ങി പോകും, നമ്മുടെ ഏത് ഭക്ഷണവും കഴിക്കും. അങ്ങനെയൊരു ഇതുണ്ട്. ഇപ്പം പുല്ല് കൊടുത്താൽ പുല്ല് തിന്നും, പ്ലാവിൽ കൊടുത്താൽ പ്ലാവിൽ. അപ്പം നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമുക്കെല്ലാം തീറ്റയാണേലും പുറത്തുനിന്ന് പോകണം. അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു വാഴയില വെട്ടി കൊടുത്താലും ഇവർ തിന്നോളും. അപ്പം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവരെ പോലെ. പിന്നെ അസുഖങ്ങൾ പൊതുവെ കുറവാണ് ഇവരെ സംബന്ധിച്ച്.
അതാണ് ക്രോസ് ബ്രീഡിന്റെ ഒരു ഗുണം. ക്രോസ് ബ്രീഡിന്റെ പിന്നെ വളർച്ചയുണ്ട്, അത്യാവശ്യം വളർച്ചയുണ്ട്. പക്ഷെ ഈ ഓരോരുത്തര് ഇതിന്റെ അകത്തൊക്കെ പറയുന്നത് പോലെ ഇരുന്ന് പൊങ്ങുന്നത് പോലെ ഒന്നും വളരുകയല്ല. നമ്മുടെ ഒരു സമയമെടുത്ത് ഇവര് വളരുന്നുണ്ട്. പ്രതിരോധശേഷിയുണ്ട്. പ്രതിരോധശേഷിയുണ്ട്. അപ്പൊ ഈ വീട്ടമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താ? ഇത്രയും നാളത്തെ ഒരു പ്രവൃത്തി പരിചയം വീട്ടമ്മമാരോട് നമ്മൾ പറയുന്നത്, ഇപ്പം ഞാനും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു BSc ബോട്ടണി ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പം ജോലിക്ക് പോകാനുള്ള ഒരു മടിയും അവരെ നോക്കാനുള്ള ഒരു ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ വീട്ടിലിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെ ഞാൻ എൻ്റെ വിവാഹം കഴിച്ചത് മീനടം അവിടാണ്. അപ്പം ഇവിടെ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് പിന്നെ പോകുന്നത്. അന്നേരം ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇതിപ്പോ ഇങ്ങനെ ഉള്ളത് കാരണം ഇപ്പം വാർദ്ധക്യത്തില് എല്ലാരും ഒറ്റപ്പെട്ടു പോകുന്ന സമയമാണല്ലോ. അമ്മയെ സംബന്ധിച്ച് ഒരു ബോറടി ഉണ്ടാവത്തില്ല. നമുക്കാണെങ്കിലും വീട്ടിലിരുന്ന് ഏതായാലും വീട്ടിലെ പണി കഴിയുമ്പോൾ കുറെ സമയം വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഇതിന്റെ ബോസും, ഞാൻ തന്നെയാണ് ഇവിടുത്തെ തൊഴിലാളി. അപ്പം നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. നീ എപ്പ ചെയ്തു, എന്താ ചെയ്യാത്ത ആരും ചോദിക്കുന്നില്ല. നമുക്ക് കിട്ടുന്ന സമയങ്ങളില് നമുക്ക് ചെയ്തു തീർക്കാം. പിന്നെ അത് നമുക്ക് ഇതിനെ കുട്ടികളെ വിറ്റ് കിട്ടുമ്പം ആ ഒരു വരുമാനം നമുക്കൊരു സൈഡായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഒരു നേരം അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മളെ ഓരോ അസുഖങ്ങളും കീഴ്പ്പെടുത്തുന്നില്ല. കാരണം ഇവരുള്ളത് കാരണം നമുക്ക് കിടക്കാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴും ഇവരുമായിട്ടില്ലേ ജോലി ചെയ്തോണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ ഓർക്കും, അയ്യോ കൃത്യനേരം ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ട, നമ്മൾ കിടന്ന ആര് കൊടുക്കും? അപ്പൊ നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിട്ട് അവിടെ ഇരുന്നോളും. വീട്ടമ്മമാർക്കൊക്കെ വരുമാന മാർഗം കൂടെ ആക്കാൻ പറ്റൂലേ? സന്തോഷത്തിനൊപ്പം വരുമാന മാർഗം ആക്കാൻ. അതെ, വരുമാനം. ഇപ്പൊ നമ്മള് പുറത്തൊരു ജോലിക്ക് പോയാലും ഒന്നുകിൽ നമുക്ക് ഒരു ഹൈ സാലറിയിലുള്ള ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ നമുക്ക് പോയിട്ട് വന്നാലും മിച്ചം കിട്ടത്തുള്ളൂ. കാരണം എത്ര സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇതാവുമ്പോ നമ്മുടെ വീട്ടില് എല്ലാവരുടെയും കാര്യവും നോക്കാം, നമുക്കൊരു ടൈം പാസും ഉണ്ട്. പക്ഷെ കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെടുമ്പോ മനസ്സുണ്ടെങ്കിൽ അതൊരു കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നുന്നില്ല. കഷ്ടപ്പെടാൻ മനസ്സുള്ളവർക്ക് പല വീട്ടമ്മമാരും പറയുന്നുണ്ട്, സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സ്ഥലം വളരെ കുറവാണ്, ഏകദേശം ഒരു 2 സെന്റേ കാണത്തുള്ളൂ വീടിന്റെ മുന്നിലായിട്ട്. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നു. അപ്പോൾ മറ്റു സ്മെല്ലോ കാര്യങ്ങളോ വൃത്തിയൊക്കെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതിന്റെ അകത്ത് കൂട് എപ്പോഴും തൂത്തിടുക എന്നുള്ളതാണ്. പിന്നെ ഇച്ചിരി പ്രശ്നം വരുന്നത് നമുക്ക് മഴക്കാലം വരുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കാരണം എത്രയാന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ജീവികളെ വളർത്തുമ്പോൾ ഒരു കുറച്ച് സ്മെല്ലൊക്കെ വരും. പക്ഷെ പിന്നെ നമ്മള് അയൽവക്കം നല്ലതായിരിക്കണം. പരാതി മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ സഹകരിച്ചു പോകുന്ന, അതായത് അത്യാവശ്യം മനുഷ്യനെ മനസ്സിലാക്കുന്ന മനുഷ്യരാണെങ്കിൽ എല്ലായിടും അതൊരു വിഷയമാണ്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നിൽക്കുന്നത് പോലെ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്നതാണ്. ഇവിടെ എല്ലാവരും വരുന്നതാണ്. ഇപ്പം ഈ നാട്ടുകാർക്കാണേലും വളർത്തിയില്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും ഒരു തീറ്റ കണ്ടാലാണേലും അന്നേരം വന്ന് പറയുന്നത് ഇന്നടത്ത് കിടപ്പുണ്ട് കേട്ടോ, വന്ന് എടുത്തു. പരസ്പരം ഒരു സഹായമാണ്. അങ്ങനെ പിന്നെ എൻ്റെ ബ്രദറിന് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുള്ളത് കാരണം എന്തെങ്കിലും ആവശ്യഘട്ടങ്ങളുണ്ടെങ്കിൽ അന്നേരം അവരോടൊക്കെ പറയുമ്പം അവരെല്ലാം എല്ലാ കാര്യത്തിനും വരും. അതുപോലെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകും. ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെയൊക്കെ. അപ്പം നമ്മളിവിടെ വെറുതെ ഇരിക്കുവല്ലേ, എന്നാൽ അങ്ങ് ചെയ്യട്ടെ. കുടുംബം എല്ലാവരും നമുക്ക് ഓരോ തരത്തിൽ സപ്പോർട്ടാണ്. മക്കളൊന്നും ഇപ്പം ഇതിലേക്കൊന്നും കൂടുതലായിട്ട് ഇറങ്ങുന്നില്ലെങ്കിലും അവര് ഇപ്പം ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരതിന് സപ്പോർട്ടാ. വാങ്ങാനൊക്കെ ആവശ്യക്കാരുണ്ടല്ലോ. വാങ്ങാൻ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഇത് വന്നതോടെ പിന്നെ പ്രത്യേകിച്ച് രാജീവിനെ പോലുള്ളവർക്ക് താങ്ക്സ് പറഞ്ഞേ വെച്ചുള്ളൂ. കാരണം നിങ്ങളെ പോലുള്ളവരെ കാണിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇവിടെ ആട്, കോഴി, ഡോഗ്, പ്രാവ് എല്ലാ ഐറ്റം ഉണ്ട് ഇല്ലേ? ഇത്രയും സ്ഥലം ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉള്ള സ്ഥലത്ത് വളർത്തുന്നുണ്ട്. പിന്നെ അതല്ല, നമുക്ക് കൂട്ടത്തിൽ നിൽക്കാൻ ആളും ചെയ്ത് തരാനൊരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ഇപ്പോൾ ഓരോ ജോലിക്കൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ഹസ്ബൻഡാണെങ്കിലും ഫുൾ ടൈം ഒന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നാലും ഉള്ള സമയത്തിൽ അവര് ക്ലീനിങ്ങിനാണേലും എവിടെയെങ്കിലും ഇലയുണ്ടെങ്കിൽ അതൊക്കെ എടുത്തോണ്ട് വരാം. ചേച്ചി ആരൊക്കെയാ സപ്പോർട്ട് ചെയ്യുന്നത്? എന്നെ ഇവിടെ കാരണം എല്ലാവരും സപ്പോർട്ടാണ്. ഫാമിലി സപ്പോർട്ട് വേണ്ടുള്ളൂ. ഫാമിലി സപ്പോർട്ട് ഉണ്ട്, ബ്രദറിന്റെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ട്, ബ്രദറിന്റെ സപ്പോർട്ട് ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ചേച്ചി, ആട് വളർത്തൽ മേഖലയിലേക്ക് സ്ത്രീകൾ ഇറങ്ങുമ്പം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും?
സ്ത്രീകൾ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് വീട്ടിലാകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ അധികം വരത്തില്ല. കാരണം ഫാമിലി സപ്പോർട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ തരണം ചെയ്തു പോകും. അതേസമയം ചിലപ്പോൾ ഇതുങ്ങൾക്ക് ഒരു അസുഖം വരുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടി പോകുന്നത്. മരുന്ന് മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്താലും ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലാത്തപ്പോൾ നമുക്കൊരു സപ്പോർട്ട് വേണം. പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. കാരണം ഞാൻ പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ വേറെ മറ്റേ രംഗങ്ങളിലെ ഡോക്ടർമാരാകാത്തത് കൊണ്ട് ആകുന്ന ഡോക്ടേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ഈ മൃഗ ഡോക്ടറൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. പലരും ഒരു ജോലിക്ക് വേണ്ടിയാകുന്നതാണ്, അല്ലാതെ ഇതിനോടുള്ള ആത്മാർത്ഥമുള്ള ഒരു പ്രൊഫഷൻ കൊണ്ട്. പക്ഷെ എപ്പോഴും ഒരു മൃഗ ഡോക്ടർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ഡോക്ടർ ആയാലേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ ജീവനക്കാരാണല്ലോ, ഇവരെല്ലാവരും സാലറി മേടിക്കുന്നവരാണ്. അപ്പം നമ്മളിപ്പം ഒരു മനുഷ്യരുടെ ആശുപത്രി ചെല്ലുവാണെങ്കിൽ അവിടെ നമുക്കിപ്പോൾ ഒരു രോഗിയെ കൊണ്ടുവന്ന ഒരു സ്ട്രെച്ചർ കാണും, എടുത്ത് കയറ്റാൻ ആൾക്കാർ കാണും, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊരു മൃഗത്തെയും കൊണ്ട് ചെന്നാൽ നമ്മൾ ഇതിനെ എടുത്ത് പൊക്കി എവിടെ വെക്കണോ അവിടെ വെച്ച് കൊടുത്ത്, വാ പൊളിച്ചു കൊടുക്കണമെങ്കിൽ അത് വാ പൊളിച്ചു കൊടുക്കണം, പിടിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ നടക്കത്തില്ല. സ്ത്രീകളായിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് വീട്ടിലുള്ള ആണുങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് അത് മുടക്കിയിട്ട് നമ്മുടെ കൂടെ ചിലപ്പോൾ വരാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം വേണം. അത് എല്ലാ ഓട്ടോക്കാരും ഒന്നും നിങ്ങളെ ചിലർ കയറ്റത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിലേറെ താമസം വരും, അത്ര നേരം വെയിറ്റ് ചെയ്യുകയില്ല. പിന്നെ നമുക്ക് അവിടെ ചെന്ന് എത്ര നേരം നിന്ന് കഴിഞ്ഞാലായിരിക്കും ഒരു മരുന്ന് കിട്ടുന്നത്. അത് ഒരു ദിവസം കൊണ്ട് തീരുന്ന കേസാണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങ് പോരാം. ദിവസവും കൊണ്ടുചെല്ലണമെങ്കിൽ അവിടെ നമ്മൾ മടുത്തു പോകും, പരാജയപ്പെട്ട് പിന്നെ വേണ്ടാന്ന് വെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ഇല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഈ ഒരു ഇതില്ലേ. കാരണം ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് തരാൻ അറിയായിരിക്കും, പക്ഷെ ഇവര് മൃഗങ്ങളുമായിട്ടൊരു ഇണക്കം ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ അതിൽ വിജയിച്ചു പോകത്തുള്ളൂ. കാരണം അവരും ഇതിപ്പോ അവർക്ക് നമ്മളെക്കാ പേടിയാണ് അവിടെ ചെല്ലുമ്പോൾ. എല്ലാരും പറയുന്നത് ഇപ്പം ഡോഗ്സിനെയൊക്കെയാണ് പിന്നെ പോട്ടെ, പരിചയമില്ലാത്തവർ കടിക്കുമെന്ന് വെക്കാം. ഇത് ഏതിനെ കൊണ്ടുവന്നാലും നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം. അവിടെ നിൽക്കുന്നവര് ഈ ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് തരാനും അതിനും മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നില്ല അവരുടെ. പലയിടത്തും നമ്മൾ പോകുമ്പോഴും ഈ മൃഗാശുപത്രി എന്നുള്ള സപ്പോർട്ടും ഡോക്ടർമാരുടെ സപ്പോർട്ടും ഒക്കെ എങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ചിലയിടത്തൊക്കെ നല്ല ഡോക്ടർമാരുണ്ട്, അവര് നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും ഒന്നുമില്ല, എല്ലാവരും ഒക്കെ വേറെ ഉദ്യോഗത്തിന് വേണ്ടി മാത്രം ഡോക്ടർമാരായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ മിക്ക സമയത്തും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുകയല്ല, അവർക്ക് അവരുടെ തിരക്കുകൾ കാണും, അവിടുത്തെ OP ടൈം കഴിയാതെ ഇറങ്ങാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം ചിലപ്പം സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ അവർ വന്നിട്ടും പിന്നെ പ്രയോജനമില്ലായിരിക്കും. ഇവർക്ക് ഏതെല്ലാം അസുഖങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഇത്രയും നാളത്തെ അനുഭവത്തിൽ എന്തെല്ലാം അസുഖങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? നമുക്കിപ്പം നമ്മളുടെ കൂട്ടിൽ ജനിച്ച് വളരുന്ന ആടുകളാണെങ്കിൽ ഏകദേശം നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം എന്തെങ്കിലും തീറ്റ മാറുന്ന സമയത്തുണ്ടാകുന്ന ദഹനക്കേട്, അതിനൊക്കെ ആദ്യം നമ്മൾ നമ്മുടേതായ പൊടിക്കൈകളും കൊടുത്തു കഴിയുമ്പം മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ച് കൊടുത്താൽ അതങ്ങ് മാറിക്കോളും. പിന്നെ ഈ തടി ഇടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന വിടവുകളുടെ ഇടയ്ക്ക് കാല് ഉണ്ടായിട്ട് കാല് മുറിയുക, അങ്ങനത്തെയൊക്കെ അതൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്തു പോകും. പിന്നെ കാണുന്നത് അകിട് വീക്കം, അത് പിന്നെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഡോക്ടറുടെ ഹെൽപ്പ് കൂടിയേ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് രക്ഷപ്പെടുന്നത് കൊണ്ട് ചത്തുപോകുന്നത് കൊണ്ട് അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ. ഈ മേഖലയിലുള്ളതാണ് അസുഖങ്ങളൊക്കെ. മഴക്കാലത്താണെന്ന് തോന്നുന്നു അസുഖങ്ങളുടെ. മഴക്കാലത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് പനി, ചുമ, ജലദോഷം, ഇതെല്ലാം. ഇപ്പം നമ്മൾ എപ്പോഴും അടിയിൽ നിന്ന് പുക ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് പനിക്കൂർക്കയും കൂടെ അതിനൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഇതും തുളസി എല്ലാം കൂടെ ഇട്ടിട്ട് പുകയിട്ട് കൊടുക്കും മഴക്കാലം വരുമ്പം. പിന്നെ ഒരു കർഷകനാകുമ്പോൾ കുറച്ച് പൊടിക്കൈകളൊക്കെ അറിഞ്ഞിരിക്കണം. നിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പോയി പറഞ്ഞ് മരുന്ന് മേടിക്കും, അതുകൊണ്ട് കൊടുക്കും. ഒരുമാതിരിപ്പെട്ടതൊക്കെ അതിലങ്ങ് മാറിപ്പോവും. സാധാരണ എല്ലാരും പറയും ലാഭമൊക്കെ ഭയങ്കര ശൗര്യമാണ്, ഞങ്ങളുടെ കൂടെ വളർന്നായിരിക്കും എല്ലാം സ്വീകരിക്കാൻ പഠിച്ചു. ചേച്ചി, നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം? വളർന്നു വരുന്നവരോട് നമുക്ക് പറയാനുള്ളത്, പണ്ട് നമ്മുടെ കാരണവന്മാർ പറയല്ലേ, ആദ്യം നട കയറാൻ പഠിക്കണം, എന്നിട്ട് ഏണിയിൽ കയറണം. അതായത് ഇപ്പം പറ്റുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് കൂടുതലും കടന്നു വരുന്നത് പ്രവാസികളാണ്. അവരവിടെ ഇരിക്കുമ്പം ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കണ്ടിട്ടായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം അവർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ആദ്യം അങ്ങോട്ട് ഒത്തിരി കാശ് മുടക്കിയിട്ട് ഹൈടെക് കൂടുകൾ പണിയും, എന്നിട്ട് ഒന്നിച്ച് കുറേ ആടിനെ എടുക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഒരു നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് കൂട്ടത്തോടെ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ 1-2
ഈ മേഖലയിൽ ആദ്യം പരിചയം വരുത്തുക എന്നുള്ളതാണ്. അത് അങ്ങനെ നമുക്ക് കാര്യങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ നമുക്ക് വലിയ ലാഭമില്ലെങ്കിലും നഷ്ടപ്പെടാതെ മുമ്പോട്ട് കൊണ്ടുപോകാം. പിന്നെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോയാൽ അത് ബിസിനസ്സായിട്ട് അങ്ങ് മുമ്പോട്ട് പോകും. പിന്നെ 2 തരത്തിൽ നമുക്ക് വളർത്താം. ബിസിനസ് മൈൻഡോടെയും വളർത്താം, താല്പര്യം കൊണ്ടും വളർത്താം. ഇതിൻ്റെ അകത്ത് ബിസിനസ് മൈൻഡ് കാണിക്കുമ്പോൾ മുഴുവൻ ചിലപ്പോൾ പറ്റിക്കപ്പെടലിലേക്ക് പോവുകയും ചെയ്യുമായിരിക്കും. കാരണം ഇവിടെ കർഷകനേക്കാളും കൂടുതൽ ലാഭം വരുന്നത് ഇടയ്ക്ക് നിൽക്കുന്നവർക്ക്. കർഷകന് അവൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുമ്പം അതിനുള്ളത് അവർക്ക് കിട്ടത്തില്ല. അപ്പം ഇവരിൽ നിന്ന് മേടിച്ചിട്ട് മറിച്ച് വിൽക്കുന്നവർക്ക് ആ ഒറ്റ ദിവസം കൊണ്ടാണ് ആ ലാഭം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിന് കുറച്ച് മാറ്റം വരുന്നുണ്ട്. അപ്പം ഞങ്ങളെ പോലെ കുറെ ബ്ലോഗർമാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം യഥാർത്ഥ കർഷകരെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നേരെ വന്ന് അവർക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതിപ്പോ ശരിയാണ്. ഇപ്പോഴാണ് അതൊക്കെ കൂടുതലായിട്ടും എല്ലാവരും കണ്ടു തുടങ്ങിയത്, അറിഞ്ഞുകൂടെ. നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ളത് നമ്മുടെ അപ്പം നിങ്ങളെപ്പോലുള്ളവര് അതിന് എടുത്ത് പറയാതെ നമുക്ക് പറ്റത്തില്ല. കാരണം ആ വഴി കാണിച്ചു കൊടുക്കുന്നത്. അതെ അതെ. ഇപ്പൊ ആവശ്യക്കാരുണ്ടെ വന്നാൽ നല്ല സാധനം കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാം. അവിടെ ഇടനിലക്കാരുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മള് കോണ്ടാക്ട് നമ്പർ വെക്കും, നേരെ വിളിക്കുക, വന്ന് നല്ല സാധനം നോക്കി വാങ്ങാം. തലമുറയൊക്കെ കൃഷിയിലേക്ക് വരണം. ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊക്കെ പറയുന്നത് പറഞ്ഞാൽ എല്ലാവരും ഒരു വീട്ടിൽ ഒരാടിനെയെങ്കിലും വെച്ച് വളർത്തിയാൽ അത്രയും സന്തോഷം. കാരണം നമ്മുടെ പഴമയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനിയിപ്പം നമ്മളൊക്കെ ഇത് തുടർന്ന് കൊണ്ടുപോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മക്കളൊക്കെ പഠിക്കുന്നുണ്ട്. അവര് വളർന്നു കയറിയും ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നവരാ. പക്ഷെ ആ ബുദ്ധിയെ മറികടക്കാൻ ഇന്ന് AI കയറി വന്നോണ്ടിരിക്കുകയാണ്. അപ്പം ഭാവിയിൽ ഇന്ന് നമ്മൾ ചെയ്തിട്ടാൽ നാളെ അവർക്കൊരു നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോഴാണേലും അവർക്ക് ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു മനസ്സുണ്ടാവും. പഴയ ഒരു പൈതൃകം കൃഷിയിലാണ്. അത് തന്നെ. കാരണം AI ഇന്ന് എല്ലാ മേഖലയിലും കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്നാലും അധ്വാനിക്കാൻ അവരെ കൊണ്ട് പറ്റുവേലായിരിക്കുമല്ലോ. അതിന് ഏത് റോബോട്ടിനെ ഇറക്കിയാലും അവർക്ക് അത് പ്രത്യേകം സെറ്റ് ചെയ്ത ആൾക്കാർ വിടണം. മനുഷ്യൻ ചെയ്യുന്ന പണി മനുഷ്യനെ പറ്റുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് അവശേഷിക്കുന്നത് ഈ കൃഷിയൊക്കെ തന്നെയാ കാണുകയുള്ളൂ. പുതിയ തലമുറയും കൂടെ പഠിപ്പിക്കുക അല്ലേ? പുതിയ തലമുറ. അത് തന്നെയല്ല, ഇതുങ്ങൾക്ക് സഹജീവികളോടൊരു സ്നേഹം, കരുണ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണം വീട്ടില്. അപ്പം നമ്മുടെ കൂടെ അവരും അതും കണ്ട് വളർന്നോളും. പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം ഇതാണ്. നിർദ്ദേശം ഇതാണ്. അതാണ് ഒറ്റയടിക്ക് നമ്മൾ ഒന്നും ചെയ്യരുത്. കാരണം അത് വളർത്താനൊരു താല്പര്യവും മനസ്സും ഒക്കെ വേണം. അപ്പൊ ചേച്ചിയുടെ നമ്പർ വീഡിയോക്ക് എത്തി വെക്കാമല്ലോ? വെക്കാമല്ലോ. അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കണോ വാട്സാപ്പ് ചെയ്യണോ? വിളിച്ചാലും നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ എടുക്കും. കാരണം നമ്മളിങ്ങനെ ഒരു വീട്ടമ്മയെന്ന് പറയുമ്പോൾ ഈ ഒരു പണി മാത്രമല്ല, എല്ലാ രംഗത്തും നമ്മൾ ഇറങ്ങണല്ലോ. ചിലപ്പം വിളിച്ചാൽ കിട്ടിയില്ലെന്ന് വരും, ചിലപ്പോൾ തിരിച്ചു വിളിച്ചെന്ന് വരും. പക്ഷെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. കാരണം എന്റെ ആട് ഇത്രയേ ഉള്ളൂ. അപ്പം ഉള്ളപ്പം നല്ല കുട്ടികളെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ കോഴികൾ ഇത്രയും നാടൻ കോഴികളുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ മുട്ടയുള്ള സമയത്ത് നമുക്ക് ആവശ്യക്കാരുണ്ട്. ഇപ്പം നമുക്ക് ഇല്ലാത്തത് കുഴപ്പം കൊണ്ടേ ഉള്ളൂ. നാടൻ കോഴികളാണ്. നാടൻ കോഴികളാണ്. ഗിനിക്കോഴിയുണ്ട്. പ്രാവ്, ഡോഗ് ഇതെല്ലാം. ഈ ഡോഗ് ഇത്ര അല്ലായിരുന്നു, എനിക്ക് 4 ഡാഷ് വേറെ ഉണ്ടായിരുന്നു. അത് ഇവിടെ പാമ്പ് കടിയേറ്റ് ചത്തുപോയതാ. ഈ ആടുകളെ വളർത്തുമ്പോൾ ഇലയാഹാരം കിട്ടാനാണ് ബുദ്ധിമുട്ടില്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇല്ലെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ കൊണ്ടുവരിക. കാരണം നമ്മളിൽ ഒരാളായിട്ട് അവരെ വളർത്തുകയാണ്. അപ്പം നമ്മൾ കഴിച്ചില്ലെങ്കിലും അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ നമ്മൾ കഴിക്കത്തുള്ളൂ. കരിമീനുണ്ട്. പരന്ന് കാണുന്നെല്ലാം കരിമീനല്ലേ ചേച്ചി? മറ്റേത് പരല്. മീനച്ചിലാറല്ലേ ചേച്ചി? ഇത് മീനച്ചിലാറ്. മീനച്ചിലാറിന്റെ തീരത്താണ് ചേച്ചി താമസിക്കുന്നത്. ഈ വെള്ളം എന്തിനാ ഉപയോഗിക്കുന്നത്? പുല്ലൊക്കെ വെട്ടാൻ പോകുന്നത്? പുല്ല് വെട്ടാന്, പിന്നെ നമ്മുടെ ഇവിടെ വെള്ളം പോകുമ്പോൾ മീൻ പിടിക്കാന്, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെള്ളത്തിലാ പോകുന്നത് അല്ലേ? അപ്പൊ ഇവിടുന്ന് വള്ളത്തെ പോയെങ്കിലേ പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. വള്ളത്തെ പോയും വെട്ടും. അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ കയറി കിടക്കുന്ന സമയത്ത് അവിടെ ഒക്കെ കയറാൻ ബുദ്ധിമുട്ട് വരുവേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ വണ്ടിക്ക് അപ്പുറം വഴിയും പോകും. ഇഷ്ടംപോലെ മീനുള്ള കടവാന്ന് തോന്നുന്നു. മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു സമയത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഈ വെള്ളം പൊങ്ങുന്ന സമയമൊക്കെ ആകുമ്പോൾ പുല്ലനൊക്കെ ഇഷ്ടം പോലെ വരും. നമുക്ക് ഇവിടെ ഈ ആട്ടുംകൂട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ പ്രളയ സമയത്തൊക്കെ? ആട്ടുംകൂട്ടില് ഉണ്ടാ വലിയ പ്രളയം വന്ന സമയത്ത് കൂടിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് എന്റെ ആ ഒരു സൈഡിലെ കൂട് പോയത്. അത് ശരി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഒരു മാതൃകാ വീട്ടമ്മയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മീനച്ചിലാറിന്റെ തീരത്ത് വളരെ ചെറിയൊരു സ്ഥലത്ത് എല്ലാ ഐറ്റവും ഉണ്ട്. ആട്, കോഴി, ഡോഗ്, പ്രാവും ഒക്കെ ആയിട്ട്
മാതൃകാപരമായ ഒരു ജീവിതം, അത് വീട്ടമ്മമാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കർഷകയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.